ബാപ്പുട്ടിന്റെ വെള്ളിയാഴ്ച മൂന്നടിച്ച റേഡിയോവില് കേൾക്കാം പീപ്പിളി കൂടുങ്ങിയ പോലുള്ളൊരു കിളിനാദം ഉള്ളൊരു കിളിനാദം. 1 2 മൂന്നടിച്ച റേഡിയോവില് കേൾക്കാം പീപ്പിളി കൂടുങ്ങിയ പോലുള്ളൊരു കിളിനാദം ഉള്ളൊരു കിളിനാദം. 4 5 6 അടിച്ച ടിവിയിലും കാണാം റബ്ബർ പാല് കുടിച്ച് തുള്ളണൊരു കോലം തുള്ളണൊരു കോലം. 4 5 6 അടിച്ച ടിവിയിലും കാണാം റബ്ബർ പാല് കുടിച്ച് തുള്ളണൊരു കോലം തുള്ളണൊരു കോലം. നേരത്തെ പറഞ്ഞല്ലോ ഒരു ഉച്ചയാകുമ്പോ നമ്മളെ നാട് നല്ലോണം സാമ്പത്തികമായിട്ട് ഉഷാറായിന് ഒക്കെ നേരം. പക്ഷെ പൈസ കൂടിയപ്പോ കുരുത്തക്കേട് നല്ലോണം കൂടിന്റെ ഇവിടെ. ശരിയാണ്. വിഷമത്തോടാണെങ്കിലും പറയണല്ലോ പൈസ ഒക്കെ കൂടിയാണ്. പിന്നെ വണ്ടിയും കാറും കാര്യം ചെയ്താണ്. പക്ഷേ ഇപ്പൊ നമ്മളെ നാട്ടില് കള്ളുടിയന്മാരായ 8ാം ക്ലാസ്സുകാരും വീടിയടിക്കാരായ 7ാം ക്ലാസ്സുകാരും ഒരുപാടുണ്ട്. ആശാനെ 8 അടുപ്പിച്ച് 6 ആക്കിയാൽ പിന്നെ ഞാൻ ഇന്നലെ ആ തോട്ടിനൊക്കെ കുളിച്ചൂല. അങ്ങനെ പോകുമ്പേ ഒരു പൊന്തന്റെ ഉള്ളിൽ നിന്നുണ്ട് പുക ഇങ്ങനെ പോണു. പൊന്തന്റെ ഉള്ളിൽ നിന്ന് പുക ഞാൻ വല്ലൊന്ന് പാടി 3 കുത്തിരുന്ന് വീട്ടുക കൂടാന്ന് വലിയ ചൂടാറാത്ത സൈസ്. എന്ത് വീടിയോ അല്ല പൊന്ത. ബാപ്പുട്ടിയെ ഇജ്ജ് തോനെ പ്രസംഗിക്കണ്ട കേട്ടോ. ആശാനെ ഓന്റെ ഒരു മാനുണ്ട് ബീഡി വലിച്ച് 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 ബീഡി കുറ്റിയല്ലേ നടക്കണത് അങ്ങാടി കൂടി. ഓനെ സ്കൂളിലെ പഠനം ഉഷാറാക്കാൻ വേണ്ടി മദ്രസ നിർത്തിച്ചു. എന്നാലിപ്പേ ഓന് സ്കൂളിൽ നിർത്തി നാ പറഞ്ഞു കേൾക്കണേ നിച്ചല്ല കുട്ടിയേ. എന്നാലേ ബലിന്റെ പുറമെ ഓന് കൊടിയുണ്ട് പറഞ്ഞു കേക്കണ്. ചി നിച്ചല്ല ബാപ്പുട്ടിയേ നിച്ചല്ല ഈറ്റാക്കുട്ടിയേ. പിന്നെ സുബൈക്ക് നീച്ചു കഴിഞ്ഞ് പണിക്കോട്ട് പോവും. എനിക്ക് പിന്നെ തജ്ജുദുള്ളോണ്ട് സുബൈ കിട്ടലുണ്ടാവില്ല. കിട്ടലുമില്ല. അല്ല ഞങ്ങൾ പ്ലസ് 2 പഠിച്ച് ഓന് നയിച്ചിട്ട് അപ്പേ പഠിക്കുന്ന കാലത്ത് കുട്ടികളെ പഠിക്കാൻ വിടണം. അല്ലാതെ ഓൾക്ക് തോന്നിയ പോലെ കാറൂരി വിട്ടാല് ഇതല്ല ഇതിലപ്പുറമൊക്കെ സംഭവിക്കുന്നു. ഓർക്കുമ്പോൾ ഉള്ളു പിടക്കും കേട്ടില്ലേ നാട്ടിൻ മഹത്വം. ഓമന മക്കളിരുട്ടിൽ അലയുകയാണെന്നോ നാളെ തൻ വാഗ്ദാനങ്ങൾ നാട്ടിൻ വിളക്കാവേണ്ടോ നാശത്തിൻ പാതയിൽ മുങ്ങിത്താവുകയാണെന്നോ. നിങ്ങളറിഞ്ഞോ നമ്മുടെ നാടിന്റെ ഇബ്ലീസിന്റെ നാടായി മാറുന്നേ. എല്ലാ പണവും പത്രാസും കാട്ടി നാഥന്റെ വലിയ മറക്കുന്നേ. കള്ളിൻ കുടങ്ങളിന്ന് നാട്ടിൽ ഒഴുകിയിടുന്നു വീട്. അങ്ങാടിക്കവലയിൽ മരിക്കും നേര് എങ്ങോ പോയി സൗഹൃദം തെളിക്കും. വാഗ്ദാനങ്ങൾ നാട്ടിൻ വിളക്കാവേണ്ടോ നാശത്തിൻ പാതയിൽ മുങ്ങിത്താവുകയാണെന്നോ. ബാപ്പാര് നേരത്തെ പറഞ്ഞ മാതിരി അതന്നെ. പിന്നെയുള്ള ഉമ്മാരാ ഓരോ സീരിയലും കണ്ട് എരി ഒളിപ്പിച്ച് ഇങ്ങനെ നിൽക്കണേന്റെ ഏഴൊക്കെ നേരം. അതിന് നമ്മൾ അമേരിക്ക കാറ്റ് വെച്ചിട്ടുണ്ടല്ലോ. ഇത്തോളെ പേര് കുഞ്ഞു ഖദീസ റൈസോ. ആ റൈസ് നമുക്ക് വല്ലാത്ത ധൈര്യാട്ടോ. ഓളുണ്ട് ഒരു ബോട്ടത്തില് ബുഷിന്റെ കയ്യും പിടിച്ച് ഇങ്ങനെ നിൽക്കണു. ഇതാട്ട് മാങ്ങി വല്ലാത്തൊരു ധൈര്യം തന്നെ ബുഷിന്റെ കൈ പിടിച്ച്. എത്ര ധൈര്യമാണോ ബുഷിന്റെ കൈ പിടിച്ചാണേലും. ധൈര്യമാണോ ഇങ്ങനെ വയ്യ പറഞ്ഞാലും മുണ്ടാന്നാണ് കുറെ നേരമായിട്ട് മിസ്ഡ് കോൾ സ്വീപ്പാക്കണം ഉണ്ടല്ലോ. നേരത്തെ പറഞ്ഞ അത്യാവശ്യമായിട്ടൊരു കോൾ ചെയ്യാൻ. ഹലോ എടി സ്കോർ എത്രയായി നോക്കിയാ? തന്നെ
ആസ്ട്രേലിയക്കാരോട് കഴിച്ചിട്ടാവൂല. കളിക്കാർ വെള്ളം കുടിച്ചാ വെള്ളം കുടിച്ചു. ആയിക്കോട്ടെ. എനിക്കും ഇപ്പം തന്നെ ഒരു കുപ്പി കൊക്കക്കോള കിട്ടണം. അല്ലാതെ എനിക്ക് നിൽക്കാൻ കഴിയൂല. എല്ലാം പോയാ ഇതൊരു സഞ്ചിയും കൊണ്ടല്ലേ വന്ന് അതിലെന്തോ നോക്കിയാ പെസ്പിയോ മറിയന്റെ ഒക്കെ ആയിട്ട് എന്താ മാറ്റി കൊക്കക്കോളെ പെപ്സിയോ ആടെ നിക്ക് ഞാൻ അപ്പം കൊണ്ടുവരാം. ഐഡിയ തോനെ വാങ്ങി കേക്ക് ഇന്നലെ വൈകുന്നേരം 13 ഉറുപ്പിയുള്ള ഐഡിയ അത് ഇന്ന് രാവിലെ ആടപ്പത്തിന് 20 ഉറുപ്പ്യ കൊടുക്കണ പൈസന്റെ തൂക്കം ഉണ്ടാവില്ല ഇങ്ങോട്ട് തരുന്ന സാധനത്തിന്. പിന്നെ ഇത് 2 കിലോ ഉപ്പ വാങ്ങിയത് ലേശം വില കുറവ് ഉപ്പേനേ ഉള്ളൂ. ഉണ്ടാക്കാനോ കുറച്ച് പാരും വെക്കാം. അങ്ങക്കൊന്ന് കേക്കണം. നമ്മളെ ഖജനാവിൽ 5 പൈസ ഇല്ലാന്ന് പറഞ്ഞ് ADB IMF ഒക്കെ അതേമാതിരി ഇങ്ങോട്ട് എടുക്കുക. അന്നേരമാണ് നമ്മളെ സർക്കാർ ഇവിടെ ശ്രീശാന്തിന് 5 ലക്ഷം ധോണിക്ക് 10 ലക്ഷം എന്നൊക്കെ പറഞ്ഞ് കൊടുക്കണേ. നമ്മളെ സർക്കാരാണ്. അല്ല ശാനെ ആ കസാല കയറി കുത്തിരുന്നാല് ബുദ്ധി പോകുന്നൊക്കെ ഉണ്ടോ? ഏത് കസാലയാണ്? നമ്മളെ മുഖ്യമന്ത്രി കസാലയിലിന്ന് പോയേക്കല്ലോ. കാരണം തൊഴിലാളികൾക്കും സാധാരണക്കാർക്കും ഒക്കെ വേണ്ടി വർത്താനം പറഞ്ഞോല് ഇപ്പൊ മന്ത്രി കസേരയിലാണ് കയറി ഇരുന്നേരെ. പന്തും കൊണ്ട് പായണവർക്ക് 5-10 ലക്ഷം എന്നെ കൊടുക്കുമ്പോ അങ്ങനെ തോന്നുന്നു എനിക്ക്. ഓലൊക്കെ ഓരോ കളിക്കും ലക്ഷങ്ങൾ വാങ്ങണോല. അതിന്റെ പുറമെ പിന്നെ കോയാന്നും പറഞ്ഞു പരസ്യൊന്നും പറഞ്ഞു കോടികൾ വേറെയും വാങ്ങണ്ടോലി. ഓലൊക്കെ ഇനിയും കൊടുക്കണോ? ഇന്ന് പൊരിയുന്ന പാവങ്ങൾക്ക് പരിഹാരമേകുവാനായി വൈകാണുന്നില്ല പാടച്ചോനെ. ദിവസവും പെരുകുന്ന വിലയേറ്റക്കാലേ പൊരിയുന്ന പാവങ്ങൾക്ക് പരിഹാരമേകുവാനായി വൈകാണുന്നില്ല പാടച്ചോനെ. ചക്കക്കും ചുക്കും കോമാങ്ങക്കും വില പേരുത്ത് ശർക്കര ആട്ടമൈദ മസാലക്കും കാലത്ത് തക്കത്തിൽ ഇറച്ചി മീൻ പച്ചക്കറി മുതക്ക് താങ്ങുവാൻ കഴിയാത്ത വില നൽകി മടുത്ത് എന്തൊരു ഗതികേടാണ് സുബ്ഹാനേ ഈ വിലക്കയറ്റം. വല്ലാത്തതായ ശിക്ഷ ഇല്ലാത്തവർക്കില്ല രക്ഷ. പെരിയോനെ ദുനിയാവിൽ പാവങ്ങൾക്ക് പരിഹാരമേകുവാനായി വഴികാണുന്നില്ല പാടച്ചോനെ. എല്ലാ നാടിനും ബാധിക്കും പ്രശ്നങ്ങളും പരിവട്ടങ്ങളും ഒക്കെ. അതിന്റെ മുമ്പ് നാട്ടുകാരൊക്കെ ഒരുമിച്ച് നന്മയിൽ സഹകരിച്ച് പരസ്പരം മുന്നേറണം. അല്ലാതെ നമ്മൾ അയലക്കത്ത കൊടുവള്ളിയിൽ സംഭവിച്ച പോലെ നമ്മളെ കൂട്ടത്തിൽ ഒരുത്തനെ കുത്തി കൊല്ലുമ്പോ മാത്രം ബോധം വെക്കരുത്. ആടൊന്നും ഇപ്പൊ സാധാരണക്കാരന് സമാധാനാക്കി 5 ഒന്നാൻ കഴിയില്ലാന്ന്. കോയൽപ്പണവും കള്ളക്കടത്തും മയക്കുമരുന്നും ആയിട്ട് അവനവന്റെ മക്കൾ നശിച്ചുകൊണ്ടിരിക്കുക. നമ്മളൊക്കെ മക്കളതിനെങ്ങാനെ പിടിക്കപ്പെട്ടു പോയാല് ഒരു കാലത്തും രക്ഷപ്പെടൂല. എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടു പോയുള്ളൂ. അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. നമ്മളെ മക്കളായിട്ടാണ് ആ കെണിയിൽ പെട്ടേച്ചെന്ന് ആലോചിക്കും നിങ്ങള്. വീച്ചപ്പോ കാലാകാലം റേഞ്ചും നോക്കി നടന്നാല് ആർക്കും ഒരു ഉപകാരം ഉണ്ടാവില്ല. അങ്ങനെ മരിച്ചു. കാര്യങ്ങളൊക്കെ ഗൗരവത്തിൽ കാണണേ. എല്ലാ സംഗതികളെയും കുറിച്ച് മനസ്സിലാക്കണേ. ഒരു യുവജനം എന്നും നമ്മുടെ നാട്ടില് തയ്യാറായിരിക്കണം. അത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞു വെക്കാം. അതിനെ കൊണ്ട് അവസാനമായിട്ട് നമ്മുടെ നാട്ടിലത്തെ യുവാക്കൾക്ക് വേണ്ടിയിട്ട് ഒരു നല്ല പാട്ടും പാടി നമുക്കവിടെ നിർത്താം. യുവാക്കൾക്കുള്ള പാട്ട് എന്റെ കയ്യിലുണ്ട്. യുവജനങ്ങളെ ഇത് പഴയ റേഡിയോ ശ്രോതാവാണല്ലോ. വയോജനങ്ങളെ ഇതാ എങ്ങനുണ്ട്? അടിപൊളിയായിരുന്നു. നീ മേലാൽ അവിടെ പാടി പോയി. ആശാനെ ആ പാട്ടൊന്നാണ് പാടി കൊടുക്കി. തുടങ്ങല്ലേ? സ്വാഗതം ധർമ്മസമര നിരയിൽ ചേർന്ന സോദരി, സ്വാഗതം വിജയശീലരാം യുവാക്കളെ, സ്വാഗതം വിജയശീലരാം യുവാക്കളെ. ഒരുമ പാടി നീങ്ങുവാൻ, ഒരുമ പാടി നീങ്ങുവാൻ, മനുഷ്യ ദുർമതങ്ങൾ വാഴും അറിവുകെട്ട ഭൂമിക്കും സോദരെ സ്വാഗതം, 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 സ്വാഗതം ധർമ്മ
സമരനിരയിൽ ചേർന്ന സോദരെ സ്വാഗതം വിജയശീലരാം യുവാക്കളെ